ഹലോ ഗായ്സ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ക്ലാസ്സിന് പോകാൻ നിൽക്കുവാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്കുള്ള ഒരു ചെറിയ ഫ്രെയിമാണിത്. അപ്പം ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് വന്നപ്പം ചെയ്ത കുട്ടി എനിക്ക് അവിടെ കൊണ്ട് തന്ന്. അങ്ങനെ ഞങ്ങളിത് അവിടെ വെച്ച് തന്നെ തുറന്ന് നോക്കി. അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ തുറന്ന് നോക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു തോര മാറത്തില്ലല്ലോ. അതെല്ലാം തുറന്ന് നോക്കി. പിന്നെ ബസ്സിനകത്ത് ചേച്ചി കപ്പലിൻ്റെ മിഠായി കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ, ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിനകത്തൊക്കെ കയറി. പകുതി എത്തിയപ്പോൾ ചേച്ചി സീറ്റങ്ങ് പോയി. പിന്നെ ചേച്ചി കുറേ നേരം അവിടെ നിന്നെയാണ്. അങ്ങനെ പിന്നെ സീറ്റൊക്കെ കിട്ടി ഞാൻ ഭരണിക്കാവിലിറങ്ങി. കേക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചൊരു കേക്കാണ്. ഞങ്ങൾ 3 പേരെ വീട്ടിലുള്ളു. അപ്പോൾ എൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചാൽ വീട്ടിൽ വന്ന് ട്യൂഷനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ബീഫ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛൻ സ്നാക്സൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം കഴിച്ച്, എന്നിട്ട് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അച്ഛനും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അച്ഛൻ കുളിക്കാൻ പോയ സമയത്തെല്ലാം സെറ്റാക്കുന്നത്. പിന്നെ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ പത്രം വായിക്കാതിരിക്കുന്നത്. അത് പറ്റിയ ടൈമാണെന്ന് കരുതി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ പൊളിപ്പിച്ച് വെച്ചതാണേ. അങ്ങനെ അതെല്ലാം എടുത്ത് അച്ഛൻ പത്രം വായിക്കണം. അപ്പം ഞാനും അമ്മയും കൂടി സമയം കണ്ടെല്ലാം സെറ്റാക്കി എല്ലാം ഓപ്പണാക്കി വെക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അമ്മ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് അച്ഛനെ പോയി വിളിച്ച്. പക്ഷേ അപ്പോഴത്തേക്ക് അമ്മ നശിപ്പിച്ച് ചിരിപ്പിച്ച്. അങ്ങനെ അച്ഛന് മനസ്സിലായി. ലാസ്റ്റ് അച്ഛൻ വന്നച്ഛൻ കണ്ട്. എന്നിട്ട് പത്രം വായിക്കുമായിരുന്നു. അപ്പം ഫോൺ അവിടെ വെക്കാൻ പോയിട്ട് വെച്ചിട്ട് വരുവാണ്. അങ്ങനെ സർപ്രൈസൊക്കെ ചെറുതായിട്ട് ഫ്ലോപ്പായി, എന്നാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായെന്നേ വിചാരിക്കുന്നതെല്ലാം ആയി. പിന്നെ കേക്ക് കട്ടിങ്ങാണ്. സത്യം പറഞ്ഞാൽ കോമഡി ആയിരുന്നു ഇവർ രണ്ടുപേരെയും കൊണ്ട്. അയ്യോ. അങ്ങനെ കേക്കെല്ലാം മുറിച്ച് ഇനി ഇതുപോലെ രണ്ടുപേരും കുറേ നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ വിഷ് ചെയ്യുകയാണ്. ഒത്തിരി ഹാപ്പി ആയിട്ട് തോന്നി. അവർക്ക് രണ്ടൊക്കെ ഒത്തിരി സന്തോഷമായി. കാരണം അതെനിക്ക് കാണാൻ പറ്റി. ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ചെയ്തു. എന്നിട്ട് ചെറിയൊരു ഗിഫ്റ്റാണിത്. ഒരു ഫ്രെയിം മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഇതിനാണ് ഒത്ത് ശരിയായി വന്നത്. അടുത്തത് നമുക്ക് നല്ലപോലെ ചെയ്യാം. എന്നിട്ടെല്ലാം കൊടുത്തപ്പോൾ അച്ഛനമ്മയ്ക്ക് ഫോട്ടോയൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാണ് ചെയ്ത ഫോട്ടോ. പിന്നെ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്പെഷ്യൽ ബീഫാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.